ഇന്നലത്തെ പുകിലൊന്നും അച്ഛൻ അറിഞ്ഞില്ലല്ലോ. ദേ അങ്ങോട്ട് ചോദിക്ക, പറഞ്ഞു തരും. എന്താ ശിവ, എന്താ പറ്റിയേ? എനിക്കൊന്നുമില്ല വേലായുധേട്ടാ. ഇവരെല്ലാം കൂടി എന്നെ അങ്ങ് രോഗിയാക്കാനുള്ള പരിപാടിയാന്നേ. അല്ല, ചേട്ടന്റെ മോള് ചില്ലറക്കാരിയൊന്നും അല്ല. മരുന്നും മന്ത്രവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് എനിക്ക് വേണ്ടി ചെയ്യാനുള്ളത് മുഴുവൻ ഇവര് രണ്ടുപേരും കൂടി ചെയ്യുന്നുണ്ട്. റാണിക്ക് ഒരാങ്ങളെ ഇല്ലാത്തതിന്റെ കുറവ് നീ വന്നപ്പോഴാ മാറിയത്. അതുകൊണ്ട് നിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തില് ചന്ദ്രയെ പോലെ തന്നെ റാണിയും ഒപ്പത്തിനൊപ്പം നിൽക്കും. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്നേ. രണ്ട് സിസ്റ്റർമാരും കൂടെ ശുശ്രൂഷിച്ച് എന്റെ രോഗത്തെ ആട്ടി ഓടിച്ചെന്ന് പറഞ്ഞാ മതിയല്ലോ. ഏയ്, ഞങ്ങളുടെ കഴിവൊന്നുമല്ല. ശിവേട്ടന് വേണ്ടി രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ വിവരം അറിഞ്ഞപ്പോഴേ ഓടി വന്ന കളക്ടർ ശാലിനി ചേച്ചിക്ക് തന്നെയാ മുഴുവൻ ക്രെഡിറ്റ് നൽകേണ്ടത്. 15 മിനിറ്റിനുള്ളിൽ മരുന്നുകൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ചെയ്തു. ആ ഇഞ്ചക്ഷന്റെ ഒറ്റ ബലത്തിലാ ശിവേട്ടനെ തിരിച്ചു കിട്ടിയത്. ആ ഇഞ്ചക്ഷൻ കാര്യമൊക്കണ്ട. ഈ രോഗത്തിന്റെ അവസ്ഥ വെച്ച് ഈ അസുഖം എപ്പ വേണമെങ്കിലും വരാം. സ്ഥിരമായി കാണുന്ന ഡോക്ടറെ ഒന്ന് കാണുന്നത് നല്ലതാ. എന്റെ പ്രകാശേ, സ്ഥിരമായി ഡോക്ടറെ കാണാൻ ഞാൻ ഫുൾ ടൈം രോഗിയൊന്നുമല്ല. എന്റെ ഹാർട്ടിന്റെ വാൽവിന് ചെറിയൊരു ഏനക്കേട് വന്നു, അതുള്ളത് നേരാ. അതിപ്പോ ചികിത്സിച്ച് ഡോക്ടർ മാധവൻ ശരിയാക്കുകയും ചെയ്തു. അല്ലാതെ ജന്മന ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആളൊന്നുമല്ല ഞാൻ. ഞാൻ എങ്ങനെയാ നിങ്ങളെല്ലാം പറഞ്ഞത് മനസ്സിലാക്കുന്നേ? എന്തായാലും ഇനി ഒന്നും വരാതിരിക്കട്ടെ. പിന്നെ മരുന്ന് കൃത്യമായി കഴിക്കണം. ആരോഗ്യം ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എനിക്കത്രേ പറയാനുള്ളൂ. അതെ, ഇനി ഏട്ടന്റെ ജീവിതത്തിൽ ഒരു അച്ചടക്കം വേണം. അതിന് ഏട്ടനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു പെണ്ണ് ഏട്ടന്റെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യണം. ഏട്ടനെ വരച്ച വരെ നിർത്താൻ കഴിവുള്ള ഒരു പെണ്ണ്. അതിനെന്താ, ഒന്ന് മൂളിയാ മാത്രം മതി. ശിവനിണങ്ങുന്ന നല്ല ഒന്നാന്തരം മിടുക്കികളെ ഞാൻ കൊണ്ടുവന്ന് തരാം. ശിവൻ പറയുന്ന സമയത്ത് കല്യാണം. ഒന്നും വേണ്ടേ. ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്നത് തന്നെ വലിയ ഭാഗ്യമെന്ന് കരുതുന്നവനാ ഞാൻ. ഇതുപോലെയൊക്കെ തന്നെ അങ്ങ് മുന്നോട്ട് പോയാ മതി. അപ്പോ ഞാനിപ്പോ വരാവേ. അല്ല, ഏട്ടനത് എവിടെ പോന്നു? എനിക്ക് പോണം. എന്നെ കണ്ടില്ലെങ്കിലേ സങ്കടപ്പെടുന്ന ഒരാളുണ്ട്. എന്നെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന ഒരാള്. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. ചന്ദ്രേ, ഇങ്ങനെ യാത്ര പോകാനൊന്നും പാടില്ല. നിനക്കും തടയായിരുന്നില്ലേ? പോട്ടെ മക്കളെ, അസുഖം മാറിയല്ലോ, പിന്നെന്താ. അപ്പൊ ഞാനും ഇറങ്ങാ. കുറച്ച് വാഴക്കന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് നടണം. നീ അങ്ങോട്ട് വന്നേക്കല്ലോ അല്ലേ? ശരി. എടി, ശിവേട്ടന് നിങ്ങൾക്കും ഇതിന്റെ സീരിയസ്നെസ് അറിഞ്ഞുകൂടാത്തോണ്ടാ. സൂക്ഷിക്കണം, നന്നായിട്ട് സൂക്ഷിക്കണം. ശിവേട്ടന് ഹാർട്ടിന് എന്തൊക്കെയോ കംപ്ലൈന്റുകളുണ്ട്. പക്ഷെ അതൊന്നും ശിവേട്ടൻ സമ്മതിച്ചു തരുന്നില്ല. ചന്ദ്രേ, ആയുസിനെ പിടിച്ചേർത്താൻ നമുക്ക് പറ്റില്ല. പക്ഷേ ആയുസ് എടുക്കാൻ വേണ്ടി ഉണ്ടാകുന്ന കാരണങ്ങൾ നമുക്കില്ലാതാക്കാൻ പറ്റും. ചിലര് പറയും എങ്ങനെയെങ്കിലും ഒരു കൂര ഉണ്ടാക്കിയിട്ട് ഒന്ന് കയറി കിടന്നാ മതിയെന്ന്. ഒരിക്കലും നടക്കാത്ത കാര്യമാ. ഒരു വീട് വെക്കണം, അതിന് വാസ്തുശാസ്ത്രം വേണം, പിന്നെ ആ വീടിനെ നമ്മൾ ഇഷ്ടപ്പെടണം, അതിലുപരി ആ വീടിന് നമ്മളെ ഇഷ്ടപ്പെടണം. എന്നാൽ മാത്രമേ ആ വീട്ടിൽ കിടന്നാൽ ശാന്തിയോടും സമാധാനത്തോടും ഉറങ്ങാൻ പറ്റൂ. അതിന് ആദ്യം വേണ്ടത് ആ ഭൂമി നന്നാക്കുക എന്നതാണ്. നമ്മളിവിടെ ആദ്യം ചെയ്യുന്നതും അത് തന്നെയാ. ആദ്യം കുറ്റിയടിക്കൽ കർമ്മം, 2 കല്ലിരിക്കാൻ പാകത്തിന് ഒരു കുഴി, അത് മതി. വന്ന് ചടങ്ങുകളെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനും സമയത്തിനും അനുസരിച്ചായല്ലോ. ഇപ്പോഴത്തെ പുതിയ തലമുറ അവരുടേതായ ഇഷ്ടങ്ങളിലൂടെയാ ഇങ്ങനെയുള്ള ചടങ്ങുകൾ കൊണ്ടുപോകുന്നത്.
പക്ഷേ വാസ്തുശാസ്ത്രം സത്യമാണ്. സംശയമുണ്ടെങ്കിൽ വടക്കോട്ട് ചെരിവുള്ള ഭൂമിയിൽ വീട് വെച്ച് നോക്കൂ. ഐശ്വര്യ. കിഴക്ക് ദർശനം കിട്ടിയ അഭിവൃദ്ധിയ. പടിഞ്ഞാറ് കുഴപ്പമില്ല, തെക്കോട്ടോ ഒട്ടും പോരാ. ഇതൊക്കെ നമുക്ക് കൺമുന്നിൽ കാണിച്ചു തരുന്ന കാര്യങ്ങളാ. കാണിച്ചു തരാത്തതാണ് കൂടുതലും. അത് നമ്മൾ അനുഭവത്തിലേ പഠിക്കൂ. പിന്നെ ചിലര് പറയും കഷ്ടകാല സമയത്താ വീട് വെക്കുന്നെന്ന്. ഒരിക്കലും അല്ല. നമ്മുടെ നല്ല സമയത്തെ വീട് വെക്കണമെന്നുള്ള തോന്നൽ പോലും ഉണ്ടാവും. സമയം നന്നായ പണം താനേ വരുമെന്നാ. ദീപു, ഉടനെ വീടുണ്ടാകും കേട്ടോ. അപ്പൊ അവിടെ താമസിക്കാം. മുടക്കങ്ങളൊന്നും കൂടാതെ വീട് പണി തീർത്തു തരണേയെന്ന് പ്രാർത്ഥിച്ചോളൂ. കുറ്റിയടിക്കൽ ചടങ്ങ് നടക്കാൻ പോവാ. അത് കഴിഞ്ഞ് കല്ലിടൽ കർമ്മം. എല്ലാവരും കണ്ണടച്ച് മനസ്സിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. ഒപ്പം ഹൈന്ദവ സങ്കല്പം അനുസരിച്ചുള്ള ദേവലോക ശില്പി വിശ്വകർമാവിനെയും പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് കുറ്റിയടിക്കാം. കുറ്റിയടിച്ചു തുടങ്ങേണ്ടത് കന്നിമൂലയിൽ നിന്ന് വേണം. അവസാന കുറ്റിയടിക്കേണ്ടത് അഗ്നികോണിലും.